സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഒരു മാസമായിട്ടും സ്പെഷ്യൽ പോലീസ് ഓഫീസർമാർക്ക് പ്രഖ്യാപിച്ച പ്രതിഫലം നൽകാതെ ആഭ്യന്തര വകുപ്പ് 6 കോടി രൂപ നൽകേണ്ടിടത്ത് 36 ലക്ഷം രൂപ മാത്രമാണ് സർക്കാർ ഇതുവരെ അനുവദിച്ചത്. കിട്ടിയ തുക പരസ്യ പ്രതിഷേധവുമായി രംഗത്തെത്തിയ വിരമിച്ച സേനാംഗങ്ങൾക്ക് വിതരണം ചെയ്യണമെന്നാണ് DGP നിർദ്ദേശം. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് NCC തുടങ്ങിയ വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്കുള്ള പ്രതിഫലം എപ്പോൾ നൽകും എന്നതിൽ ആർക്കും മറുപടിയില്ല. DGPയുടെ കത്തിന്റെ പകർപ്പ് റിപ്പോർട്ടറിന് ലഭിച്ചു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് ശേഷമാണ് SPOമാർക്ക് പ്രതിഫലം കൊടുക്കാത്ത വാർത്ത റിപ്പോർട്ടർ പുറത്തു കൊണ്ടുവന്നത്. 25,000 പേരെയാണ് പോലീസ് SPOമാരായി വിവിധ ബൂത്തുകളിലടക്കം നിയമിച്ചത്. അതിൽ വിരമിച്ച സേനാംഗങ്ങളും വിദ്യാർത്ഥികളായ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് NCC എന്നീ വിഭാഗത്തിൽപ്പെട്ടവരും ഉണ്ടായിരുന്നു. 2 ദിവസത്തേക്ക് 1300 രൂപ വെച്ച് 2600 രൂപയാണ് കൊടുക്കേണ്ടിയിരുന്നത്. മുൻ തെരഞ്ഞെടുപ്പുകളിൽ തെരഞ്ഞെടുപ്പ് കഴിയുന്ന സമയത്ത് തന്നെ ബൂത്തുകളിൽ വിതരണം ചെയ്യുന്ന പ്രതിഫലമാണ് ഇത്തവണ കിട്ടാതിരുന്നത്. സംഭവം റിപ്പോർട്ടർ വാർത്തയാക്കി. അന്ന് വാർത്തയിൽ പ്രതികരിച്ചത് വിരമിച്ച സേനാംഗങ്ങളായിരുന്നു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മാസം ഒന്നായപ്പോൾ 6 കോടി അനുവദിക്കേണ്ട സ്ഥാനത്ത് 36 ലക്ഷം മാത്രം അനുവദിച്ചു. അത് വിരമിച്ച സേനാംഗങ്ങൾക്ക് വിതരണം ചെയ്യാനാണ് DGP എല്ലാ ജില്ലാ പോലീസ് മേധാവികൾക്കും കൊടുത്തിരിക്കുന്ന നിർദ്ദേശം. അപ്പോഴും വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ ഒന്നും പറയുന്നുമില്ല. സാധാരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പണം ഉടൻ കൈമാറുന്ന രീതിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റേത്. എന്തോ ഗുരുതരമായ സാങ്കേതിക പ്രശ്നം ഉള്ളതുകൊണ്ടാണ് പണം അനുവദിക്കാത്തതും. സർക്കാർ തലത്തിലും ചീഫ് സെക്രട്ടറി തലത്തിലും ഇടപെടൽ നടക്കുന്നുണ്ട് എന്നത് മാത്രമാണ് DGP ജില്ലാ പോലീസ് മേധാവികൾക്ക് അയച്ച കത്തിലുള്ളത്. കൃത്യമായ വിശദീകരണം ആരും നൽകുന്നുമില്ല. ചുരുക്കത്തിൽ പരാതികളെല്ലാം എത്തുന്നത് SIമാരുടെയും CIമാരുടെയും മുന്നിലേക്കാണ്. സ്കൂൾ തുറക്കുന്ന സമയത്ത് ബാഗും കുടയുമെല്ലാം വാങ്ങാനുള്ള പണത്തിന് വേണ്ടിയായിരിക്കും ഒരുപക്ഷെ ഇതിൽ പാവപ്പെട്ട വിദ്യാർത്ഥികൾ SPOമാരായി പോയിട്ടുണ്ടാവുക. അവരെ പറ്റിക്കരുത് സർക്കാരെ. ക്രൂരതയാണിത്. റിപ്പോർട്ടർ TV പ്രസാദ്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.